ഏതോ മഴയിൽ നനവോടെ നാം അന്നു കണ്ടു തീരാ മൊഴിയിൽ മൗനങ്ങളൊന്നായലിഞ്ഞു ഈറൻ കാറ്റിൽ മെല്ലെ മായും മഞ്ഞിന്റെ ഉള്ളിൽ ഈറൻ കാറ്റിൽ പകലുകൾ തീരാതെ പുതുമഴ തോരാതെ തിരുച്ചിറകറിയാതെ ഒന്നാകുന്നേ പല നിറമകലുന്നേ പുതുനിറമുണരുന്നേ ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താനേ മാറിവിൽ മാഞ്ഞതും രാവുകൾ പോയതും നാം അറിഞ്ഞതില്ല പതിവായി ചാരി നിന്നതും പറയാതെ തമ്മിൽ കണ്ടതും പതിവായി ചാരി നിന്നതും പറയാതെ തമ്മിൽ കണ്ടതും ഏതേതോ തേരേറിപ്പോയോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജസ്നയെ ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹബന്ധത്തിലേക്ക് ഉയർത്തിയതിലും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യാതിരകത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2:1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അക്കോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറി ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ.
യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അത് ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു ദിനമാണെന്ന്. കാരണം ജസ്ന നാളെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതുവരെ ജസ്ന സ്വന്തം കാര്യം മാത്രം നോക്കിയാണ് ജീവിച്ചിരുന്നത്. ഇനി മുതൽ സ്വന്തം കാര്യം നോക്കി മാത്രം ജീവിക്കാനായിട്ട് പറ്റത്തില്ല. ഇനി മുതൽ മറ്റൊരാൾ കൂടി ജീവിത പങ്കാളിയായി ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ആദ്യമായി തന്നെ ജസ്നയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം നമ്മുടെ ഇടവകയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ആശംസിക്കുകയാണ്. ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാനായിട്ട് ജസ്നയ്ക്ക് തീർച്ചയായിട്ടും സാധിക്കണം. അതാണ് ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നതും. വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് ദാമ്പത്യ ജീവിതത്തിലാകട്ടെ, സന്യാസ ജീവിതത്തിലാകട്ടെ, സമർപ്പിത ജീവിതത്തിലാകട്ടെ, എല്ലാം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതം കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്ന് നമുക്ക് ദൈനംദിനമുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതിലൂടെ ഒന്നും പോകാതെ നമുക്ക് ദാമ്പത്യ ജീവിതത്തിൽ പൂർണ്ണ വിജയം കൈവരിക്കാനായിട്ട് ജസ്നയ്ക്ക് സാധിക്കണം. അതിന് തീർച്ചയായിട്ടും 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വിശുദ്ധി, വിശ്വസ്തത, വിധേയത്വം. ഇത് ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. വിശുദ്ധി എന്ന് പറയുന്നത് ഒരിക്കലും സമർപ്പിതർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല. വിശുദ്ധി എന്ന് പറയുന്നത് തീർച്ചയായും ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് വേണ്ട കാര്യമാണ്. അപ്പോൾ വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ സ്വർഗതുല്യമായ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. വിശ്വസ്തത എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു അടിസ്ഥാനമാണ്. കാരണം പരസ്പരം വിശ്വസ്തരല്ലെങ്കിൽ തീർച്ചയായും ഒരു ദാമ്പത്യ ജീവിതത്തിനും ഒരു ബന്ധങ്ങൾക്കും അവിടെ നിലനിൽക്കാനായിട്ട് സാധിക്കില്ല, വിജയിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വിശ്വസ്തയോടുകൂടി മുന്നോട്ട് പോകുവാനും അങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ പൂർണ്ണമായുള്ള ആ ഒരു സമർപ്പണം നടത്തുവാനായിട്ടും ജസ്നയ്ക്ക് സാധിക്കണം. അതിന് ഏറ്റവും അധികം വേണ്ടത് നമുക്ക് വലിയ പ്രാർത്ഥനയാണ്. നമുക്ക് ഈ പ്രാർത്ഥനയൊന്നും വേണ്ട എന്നൊക്കെയുള്ള ഒരു ചിന്തകളൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തെ കേന്ദ്ര ബിന്ദുവാക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ പള്ളിയിൽ ദൈവത്തെ സാക്ഷി നിർത്തിയിട്ടാണ്, ദൈവത്തിന് മുമ്പിൽ നിന്ന് വിളിച്ചിട്ടാണ് നിങ്ങൾ ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഉടമ്പടിക്ക് ദൈവമാണ് സാക്ഷി. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും അതൊന്നും സ്വന്തം നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് പല പരിമിതികളും കാണും. അപ്പോൾ നിങ്ങൾ സ്വന്തം പരിഹരിക്കാനായിട്ട് നിൽക്കാതെ നിങ്ങൾ കർത്താവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് വിധേയത്വം എന്ന് പറയുന്നത്. വിധേയത്വം സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും പുരുഷനും സ്ത്രീക്ക് വിധേയപ്പെടാനായിട്ട് വിളിക്കപ്പെട്ടവനാണ്. അപ്പോൾ ജസ്ന കൂടുതലായിട്ട് ജസ്നയുടെ ഭർത്താവ് ജോമേഷിന് കൂടുതലായിട്ട് വിധേയപ്പെട്ടുകൊണ്ട് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട്, വിധേയപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അടിമപ്പണിയൊന്നുമല്ല. അപ്പോൾ പരസ്പരം മനസ്സിലാക്കലാണ് വിധേയത്വം എന്ന് പറയുന്നത്. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രശോഭിക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ജസ്നയുടെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. എന്തൊക്കെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ആദ്യകാലങ്ങളിലൊക്കെ വളരെയധികം സന്തോഷങ്ങളും വളരെയധികം സൗഭാഗ്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നീട് അങ്ങോട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുത്താലും അതിനെല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, കൂടുതലായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അതിനുള്ള ഏറ്റവും വലിയ ഒരു നമ്മുടെ കൈത്താങ്ങ് എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് എന്നുള്ള കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക. എല്ലാവിധ മംഗളങ്ങളും ജസ്നയ്ക്കും ജോമേഷിനും നേരുന്നു. ഇനിയുള്ള നിങ്ങളുടെ ജീവിതം വളരെയധികം സമ്പന്നവും വളരെയധികം സന്തോഷകരവും സൗഭാഗ്യകരവുമായിരിക്കട്ടെ എന്ന് എല്ലാവരുടെയും പേരിൽ ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും. കർത്താവായ ദൈവമേ, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ജസ്നയെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ അനന്തമായ കൃപയും സ്നേഹവും ജസ്നയുടെ മേലും ജോമേഷിൻ്റെ മേലും ചൊരിയണമേ. കർത്താവെ, അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാനും അങ്ങേക്ക് യോഗ്യമായിട്ടുള്ള വിധത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുമായിട്ടുള്ള വലിയ കൃപ ഈ മകൾക്ക് നൽകണമേ. നാളെ മുതൽ മറ്റൊരു ജീവിതത്തിലേക്ക് ജസ്ന പ്രവേശിക്കുമ്പോൾ അങ്ങയുടെ എല്ലാവിധ കൃപാവരങ്ങളും കൊണ്ട് ജസ്നയുടെ ജീവിതത്തെ അങ്ങ് നിറയ്ക്കണമേ. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് എല്ലാ നിമിഷങ്ങളിലും അങ്ങ് ജ്ഞാനമായി പെയ്തിറങ്ങണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അങ്ങയുടെ അനന്തമായ സ്നേഹം
അങ്ങയുടെ തിരുക്കുമാരൻ വഴി ജസ്നയ്ക്ക് പകർന്നു നൽകണമേ. ജസ്നയുടെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ നാളെ നടക്കാൻ പോകുന്ന വിവാഹത്തെ, ആ ചടങ്ങുകളെല്ലാം അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവെ. അങ്ങ് എല്ലാം മനോഹരമാക്കി തീർക്കണമേ. എല്ലാം വളരെ മനോഹരമാക്കി തീർത്തുകൊണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് അങ്ങയുടെ വലിയ കൃപാ കടാക്ഷങ്ങൾ അങ്ങ് ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ തിരുക്കുമാരനോട് ജസ്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജസ്നയ്ക്ക് വേണ്ടി മാധ്യസ്ഥ്യം യാചിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. An empty street, an empty house, a hole inside my heart. I'm all alone, the rooms are getting smaller. I wonder how, I wonder why, I wonder where they are. The days we had, the songs we sang together, oh yeah.